മറ്റു വാർത്ത, മൈസൂരിലെ ഒറ്റമൂലി ചികിത്സകൻ ഷാബ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന് എന്നുള്ളതാണ്. മഞ്ചേരി 1-ാം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജഡ്ജി എം തുഷാറാണ് വിധി പ്രസ്താവിക്കുക. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ്, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന 9 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. CV അനുമോദ് വിവരങ്ങൾ നൽകും. അനുമോദ്, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്, എങ്കിലും അതിന്റെ പശ്ചാത്തലം ആദ്യം ഒന്ന് വിവരിക്കാം. രഞ്ജിത്ത്, കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഷാബ ഷെരീഫിൻ്റെ വധത്തിലെ വിധി പ്രസ്താവം. നമുക്കറിയാം, ഒരു മനുഷ്യൻ ഒരു അടയാളങ്ങളുമില്ലാതെ മാഞ്ഞുപോയ ഒരു കേസാണ് ഷാബ ഷെരീഫിൻ്റെ വധം. അദ്ദേഹം പാരമ്പര്യ ഒറ്റമൂലി വൈദ്യനായിരുന്നു. 2019 ഈ ഒറ്റമൂലി മരുന്നിൻ്റെ രഹസ്യം അറിയുവാൻ വേണ്ടി ഷൈബിൻ അഷ്റഫിൻ്റെ സംഘം ഇയാളെ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് 1 വർഷത്തിലധികം കാലം ഷൈബിൻ അഷ്റഫിൻ്റെ നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിൽ തടങ്കൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച് ഇയാളെ കൊല്ലുകയായിരുന്നു. കൊല്ലുക മാത്രമല്ല, അതിനുശേഷം അയാളുടെ മൃതശരീരം കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി പുഴയിലൊഴുക്കി. ഈ ഒരു സംഭവം തന്നെ അതിനും 2 വർഷം കഴിഞ്ഞാണ് പുറത്തറിയുന്നത്. അപ്പോഴേക്കും ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ലഭിക്കാത്തൊരു സാഹചര്യം, മൃതശരീരത്തിൻ്റെ അവശിഷ്ടം പോലും ലഭിക്കാത്തൊരു സാഹചര്യം, പോസ്റ്റ്മോർട്ടത്തിന് പിൻബലമില്ലാതെ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാതെ പകരം കൊലക്കുറ്റത്തിന് കേസെടുത്ത സംഭവം കൂടിയാണ് ഈ ഷാബ ഷെരീഫിൻ്റെ വധം. ആ കേസിലാണിപ്പോൾ ഇതിലെ 3 പ്രതികൾ, പ്രധാന പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫ് അടക്കം 3 പേർ കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഷൈബിൻ അഷ്റഫിനെതിരെ നിലവിൽ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യയ്ക്കും അതേപോലെ തന്നെ ഗൂഢാലോചനയ്ക്കുമുള്ള കുറ്റങ്ങളാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. 2-ാം പ്രതിക്കും 6-ാം പ്രതിക്കുമെതിരെ ഇവർ ഷിഹാബുദ്ദീനും നിഷാദിനുമെതിരെ ഇവർ തട്ടിക്കൊണ്ടുപോയതിലും തെളിവ് നശിപ്പിക്കലും ഒക്കെ നടത്തിയതിൻ്റെ കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഈ കേസിലാണ് ഈ വിധി, ഇത്തരം കുറ്റങ്ങൾ അവർ ചെയ്തു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അവർക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ്റെ വാദം ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് തന്നെയാണ്. അതിലെല്ലാം അപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സാമ്പത്തിക ലക്ഷ്യമായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിലെന്നുള്ളതാണ്. അപ്പോൾ പ്രതി സമ്പന്നനാണ്, കോടീശ്വരനാണ്. കൊല്ലപ്പെട്ടയാൾ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന ദരിദ്രമായ കുടുംബത്തിലൊരു ഗൃഹനാഥനാണ്. അപ്പോൾ ആ കുടുംബത്തിന് ഷാബ ഷെരീഫിന് പകരമാകില്ല എങ്കിൽ കൂടിയും കുടുംബത്തിന് സഹായമാകുന്ന തരത്തിലൊരു സാമ്പത്തികമായ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് എന്ന വാദവും പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട്. ശിക്ഷാവിധിക്കൊപ്പം അത്തരം കാര്യങ്ങളിൽ കൂടി കോടതിയുടെ ഭാഗത്തിന് ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷ പ്രോസിക്യൂഷൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു തെളിവുകളില്ലാതെ കൊലപാതകം നടത്തിയ കേസാണ് ഷാബ ഷെരീഫിൻ്റേത്. ആ കേസിലാണ് 1-ാം പ്രതി അടക്കമുള്ളവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തെളിവുകൾ, ശാസ്ത്രീയ പരിശോധനകളും ശാസ്ത്രീയ തെളിവുകളും ഇന്നത്തെ കാലത്ത് ഒരു കേസ് തെളിയിക്കുന്നതിൽ എത്രമാത്രം നിർണായകമാണെന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിനെ അടയാളപ്പെടുത്തുന്ന ഒരു കേസ് കൂടിയാണ് ഷാബ ഷെരീഫിൻ്റേത്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ നാൾ വഴി പരിശോധിക്കുമ്പോൾ ഇവർ അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചാൽ അത് തെളിവുകൾ ഇല്ലെങ്കിൽ ആർക്കും ഒന്നും സംഭവിക്കില്ല, ആർക്കും എന്തും ചെയ്യാമെന്ന വിശ്വാസത്തിൽ കുറ്റങ്ങൾ ചെയ്യുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ട് ഇന്നത്തെ കോടതി വിധി. അനുമോദ് പറഞ്ഞതുപോലെ തെളിവുകളില്ല, മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളില്ല, ഇയാൾ ഭൂമിയിൽ ഉണ്ടായിരുന്നോ എന്ന് അടയാളപ്പെടുത്താൻ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളുമില്ല. എന്നിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ അന്വേഷണം അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പോലീസിന് സാധിച്ചു, അന്വേഷണങ്ങൾ സാധിച്ചു എന്നുള്ളതാണല്ലോ. അതിനുള്ള ഒരുപാട് ജാഗ്രതയോടെയുള്ള കാര്യങ്ങൾ ചെയ്തു കാണും, നിർണായകമായ ഘട്ടങ്ങൾ പിന്നിട്ട് കാണും. അത് ഏത് തരത്തിലാണ് പോലീസ് പൂർത്തിയാക്കിയത്? ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നത്തെ SP ആയിരുന്ന സുജിത് ദാസിൻ്റെ ഇടപെടലാണ്. കാരണം 2022-ലാണ് 2019 ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് ആ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ഒരാൾ തന്നെ വെളിപ്പെടുത്തുന്നത്. തുടർന്ന് അന്വേഷിക്കുമ്പോൾ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ ലഭിക്കാത്തൊരു സാഹചര്യം. കാലം കഴിഞ്ഞതോടെ, അതായത് 2-3 വർഷങ്ങൾക്ക് ഇപ്പുറമായതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഈ ടെലിഫോൺ രേഖകളോ അങ്ങനെയുള്ള പരിശോധനാ ഫലങ്ങളോ ഒന്നും പോലീസിന് ലഭിക്കില്ല. ആകെ സാധ്യതയുള്ളത് DNA പരിശോധനയും അതുപോലെ ഫോറൻസിക്കിൻ്റെ ഭാഗത്തുനിന്നുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകളുമാണ്. സാധാരണഗതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാവൂ എന്ന നിയമോപദേശം ലഭിക്കുന്ന ഒരു കേസിലാണ് കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തുള്ളത് എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക മാത്രമല്ല, ശാസ്ത്രീയമായിട്ട് ഈ കേസിനെ പിന്തുണയ്ക്കാവുന്ന എല്ലാ തെളിവുകളും അവർ ശേഖരിക്കുകയും
ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്ന്, അതായത് മൃതദേഹം വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി പുഴയിലെറിയാൻ കൊണ്ടുപോയ ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്ന് 42 തലമുടികൾ പോലീസ് കണ്ടെത്തി. ഈ 42 തലമുടികളിൽ ഒന്നാണ് ഷാബാസ് ഷെരീഫിന്റെ നിന്ന് മൈറ്റോകോൺട്രിയൽ DNA ഫലത്തിൽ കണ്ടെത്തുകയായിരുന്നു. അതാണ് കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ DNA ഫലം ഇല്ലായിരുന്നെങ്കിൽ ഷാബാസ് ഷെരീഫ് എന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവും അവശേഷിക്കാതെ പോകുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മാപ്പുസാക്ഷിയായിട്ടുള്ള നൌഷാദ് ഹാജരാക്കിയ ഒരു പെൻഡ്രൈവിൽ അതിൽ ഷാബാസ് ഷെരീഫിന്റെ തടങ്കലിലുള്ള ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ ഒറിജിനലാണെന്നും അത് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും ശാസ്ത്രീയ പരിശോധനയിലൂടെ കോടതിക്ക് മുമ്പിൽ തെളിയിക്കാനായി. ഈ 2 ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് ഷാബാസ് ഷെരീഫ് വധം. അതിൽ ഈ കുറ്റവാളികൾ നടത്തിയ ഈ കുറ്റം തേച്ചു മായ്ച്ചു കളയാനുള്ള എല്ലാ ശ്രമങ്ങളെയും വിഫലമാക്കി അവർ കോടതിക്ക് മുമ്പിൽ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാനുള്ള സഹായകമായിട്ടുള്ളത്. കേസിൽ വെറുതെ വിട്ട 9 പേരുണ്ട്. അവർക്കെതിരെ ചുമത്തിയിരുന്നത് തെളിവ് നശിപ്പിക്കലും അത് തട്ടിക്കൊണ്ടുപോരലും തുടങ്ങിയ കുറ്റങ്ങളാണ്. പക്ഷേ 3-4 വർഷങ്ങൾക്കിപ്പുറം അവർക്കെതിരെ ചുമത്തിയ ആ കുറ്റങ്ങൾ തെളിയിക്കാനുള്ള തെളിവുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സാഹചര്യ തെളിവുകളില്ല, സാക്ഷിമൊഴികളില്ല. പലപ്പോഴും ടെലിഫോൺ രേഖകളും കിട്ടാത്തൊരവസ്ഥ. അതാണ് അവർ ഈ അവർക്ക് മേൽ ചുമത്തിയ കുറ്റം തെളിയിക്കപ്പെടാതിരിക്കാനുള്ളൊരു കാരണം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഇപ്പോൾ മാറിയ കാലത്ത് ഒരു കേസ് തെളിയിക്കുന്നതിൽ എത്രമാത്രം നിർണായകമാണെന്ന് തെളിയിക്കുന്ന ഒരു കോടതി വിധിയാണ് മഞ്ചേരിയിൽ നിന്നും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ഈ ഒരു ഹീനമായ കൃത്യം ചെയ്ത, അതിന് നേതൃത്വം കൊടുത്ത ഈ പ്രതിക്ക് എത്ര വലിയ ശിക്ഷ കിട്ടും, അതോടൊപ്പം ആ കുടുംബത്തിന് എങ്ങനെ ഇനി ഷാബാസ് ഷെരീഫിന് പകരമാവില്ലെങ്കിൽ കൂടിയും എന്ത് നഷ്ടപരിഹാരമാണ്, എന്ത് നീതിയാണ് ലഭിക്കുക എന്നതും നമ്മൾക്ക് ഇന്ന് അറിയാൻ കഴിയും 11 മണിയോടെ. തീർച്ചയായും അതാണ് സാഹചര്യം. വളരെ പ്രധാനപ്പെട്ട കേസിന്റെ വിധി 11 മണിയോടുകൂടി സംഭവിക്കും. പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിലെയൊക്കെ നിർണായകമായ ഘട്ടങ്ങൾ പിന്നിട്ട, തെളിവുകൾ കാര്യമായി ഇല്ലാതിരുന്ന ഒരു കേസാണ് ഇപ്പോൾ ഈ തരത്തിൽ വിധിയിലേക്ക് എത്തുന്നത്. കോടതി വളരെ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ചില നിരീക്ഷണങ്ങൾ നടത്തിയ പശ്ചാത്തലം കൂടിയുണ്ട് എന്നതുകൂടി ചേർത്ത് വെക്കണം.